ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 214 ദൂരദർശന ശക്തി. ഭാഗം 214 ദൂരദർശന ശക്തി ഇവിടെ ആരംഭിക്കുന്നു. ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആയിരുന്നു കൃഷ്ണൻ നായർ. ഒരിക്കൽ അദ്ദേഹത്തിന് ഗുരുദേവനെ കാണുവാൻ അതിയായ ആഗ്രഹമുണ്ടായി. എന്നാൽ അതിനായി ശിവഗിരിയിലേക്ക് പോകുന്നത് ദിവാൻ സ്ഥാനത്തിന് ഉചിതമാവുകയില്ലെന്ന് ആരോ അദ്ദേഹത്തെ ധരിപ്പിച്ചു. ദിവാൻ കൃഷ്ണൻ നായർ കുമാരനാശാനുമായി അക്കാലത്ത് നല്ല സൗഹൃദത്തിലായിരുന്നു. ആ സ്വാതന്ത്ര്യം വെച്ച് അദ്ദേഹം ആശാനോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. അതനുസരിച്ച് ഒരു ദിവസം തീരുമാനിച്ചിട്ട് അന്ന് രാവിലെ 10 മണിക്ക് താൻ വർക്കലയിലുള്ള സർക്കാർ വക അതിഥി മന്ദിരത്തിൽ വരുമെന്നും അപ്പോൾ ഗുരുദേവനെ ഏതു വിധേനയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നും ദിവാൻ കൃഷ്ണൻ നായർ ആശാനോട് പറഞ്ഞു. ഉടനെ കുമാരനാശാൻ ശിവഗിരിയിലെത്തി ദിവാൻ്റെ ആഗ്രഹം ഗുരുദേവനെ നേരിട്ടറിയിച്ചു. എന്തെങ്കിലും മറുപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. ആശാൻ കുറച്ചു നേരം അവിടെ കാത്തുനിന്നു. പക്ഷേ ഗുരുദേവനിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. ദിവാൻ വരുമെന്ന് തീരുമാനിക്കപ്പെട്ട ദിവസമായി. അന്ന് രാവിലെ തന്നെ കുമാരനാശാൻ ശിവഗിരിയിൽ വന്നു ചേർന്നു. 10 മണിയായപ്പോൾ ഒരു ദൂതൻ അവിടെ എത്തി ദിവാൻ കൃഷ്ണൻ നായർ വർക്കല TBയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന വിവരം ആശാനെ അറിയിച്ചു. ആശാൻ ഉടൻ തന്നെ ഗുരുദേവൻ്റെ അടുത്തെത്തി ഇങ്ങനെ ഉണർത്തിച്ചു: ദിവാൻ കൃഷ്ണൻ നായർ വർക്കല TBയിൽ വന്ന് ഇരിക്കുകയാണ് ഗുരുദേവൻ. അതിനെന്താ, കുമാരന് പോയി കാണാമല്ലോ. ആശാൻ തൃപ്പാദങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ദിവാൻ വന്നിട്ടുള്ളത് ഗുരുദേവൻ. അതിന് കൃഷ്ണൻ നായർക്ക് ദൂരദർശന ശക്തിയുണ്ടോ? ആശാൻ നിശബ്ദനായി നിന്നു. ദിവാൻ ഗുരുദേവനെ കാണാൻ കഴിയാതെ ഒടുവിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോയി. കുറച്ചു ദിവസം കഴിഞ്ഞ് ദിവാൻ കൃഷ്ണൻ നായർ വീണ്ടും വർക്കലയിലെത്തി. അന്ന് ശിവഗിരിയിൽ വന്ന് ഗുരുദേവനെ ദർശിച്ചിട്ടാണ് മടങ്ങിപ്പോയത്. ശിവഗിരിക്കുന്നിൽ ധ്യാനശീലൻ സദ്ഗുരുവന്ദ്യൻ നാരായണൻ, കാലത്തിനപ്പുറം ഓംകാരമായവൻ, നമ്മെയുണർത്തുന്ന ദിവ്യജ്യോതിസ്. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 214 ദൂരദർശന ശക്തി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.